ഹായ് ഡിയേഴ്സ്, ഗായത്രി ദേവി എൻ്റെ അമ്മ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയരാമനും വസുതയും കൂടിയിട്ട് അവിടെ വന്നിട്ടുള്ള തമ്പിയണ്ണനോടും അതുപോലെ തന്നെ നിമ്മിയോടും ബാക്കിയുള്ള അവിടെയുള്ള അയൽവാസികളോടൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ഗായത്രിയും അതുപോലെ ജയരാമേട്ടനും ഇന്നും ഒരു തെളിവില്ല, വിവാഹം കഴിച്ചതിന് ഒരു താലിമാല കെട്ടിയതോടുകൂടി തന്നെ അവരുടെ ബന്ധമുള്ളൂ, അല്ലാതെ നിയമപരമായിട്ട് അവർ യാതൊരു വിധത്തിലും കല്യാണം കഴിച്ചു എന്ന ഒരു രേഖയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണ് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരുന്നത്? ഇപ്പോൾ ഞാനിവിടെ താമസിക്കുന്നുണ്ട്, അപ്പോൾ ജയരാമേട്ടൻ എന്നെ വിവാഹം കഴിച്ചിട്ടാണോ ഞാനിവിടെ താമസിക്കുന്നത്? അല്ലല്ലോ. അല്ലാതെ തന്നെ ഞാനല്ലേ താമസിക്കുന്നത്, അതുപോലെ തന്നെയല്ലേ ഗായത്രി ഇവിടെ താമസിക്കുന്നതെന്നാണ് അസുത എല്ലാവരോടും പറയുന്നത് കേട്ടോ. അപ്പോൾ തന്നെ തമ്പിയണ്ണനും അതുപോലെ നിമിക്കും ഒന്നും തന്നെ പറയാനില്ല. കാരണം എന്ന് വെച്ചിട്ട് നിയമപരമായിട്ട് ഇവർ വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊന്നും നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. എന്നാലും തമ്പിയണ്ണൻ പറയുന്നുണ്ട്, ജയരാമ, ഗായത്രി ഒരു പാവം കുട്ടിയാണ്, അവളെ ഉപദ്രവിക്കൊന്നും ചെയ്യരുത്, നീ നല്ല രീതിക്ക് അവളുടെ കൂടെ ജീവിക്കണം. എന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അയൽവാസികൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടേക്ക് എന്ന രീതിയിലും തമ്പിയണ്ണനോടും നിമ്മിയോടും ബാക്കിയുള്ള ആളുകളുടെ എല്ലാവരോടും ജയരാമൻ പറയുമ്പോൾ ഇവർക്കൊന്നും പറയാതെ അവർ തിരിച്ചു പോവാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഇത് ആരാണ് പറയിപ്പിച്ചത് എന്ന് ഗായത്രി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ വസുതയും ജയരാമനും ഭാസിയും കൂടിയിട്ട് ഗായത്രിയെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നിൻ്റെ ഉദ്ദേശം? നീ എന്താ ഞങ്ങൾ നാണം കെടുത്താനായിട്ട് നിൽക്കുകയാണോ? അതിൻ്റെ ആവശ്യം നിനക്ക് എന്താണെന്ന് ജയരാമൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, അവരിതെല്ലാം കണ്ടും കേട്ടും നിൽക്കുകയല്ലേ, പിന്നെ അവർക്ക് ചോദിക്കണ്ടേ എന്ന് പറയുകയാണ്. ജയരാമേട്ട, ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവൾ വലിയ സാമർത്ഥ്യക്കാരിയാണ്, എന്തിനാണ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞയക്ക് എന്ന് പറയുകയാണ്. പക്ഷേ ഗായത്രിയുടെ മുന്നിൽ ജയരാമനൊന്നും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥയായി. പെട്ടെന്ന് ജയരാമൻ മറിഞ്ഞു പോയി. കാരണം അവർ രണ്ടുപേരും സ്നേഹിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും കർശനമായിട്ട് തന്നെ ഗായത്രി അവരിന്ന് ഇറക്കി വിടാനായിട്ട് ജയരാമന് പറ്റാണ്ടായിരിക്കുകയാണ്. അപ്പോഴത്തേനും ഭാസിയും അതുപോലെ തന്നെ വസുതയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാസിയോട് പറയുന്നുണ്ട് വസുത, ഭാസി നീ കണ്ടോ, ജയരാമേട്ടന് ഗായത്രിയോട് ഇപ്പോഴും സ്നേഹമുണ്ട്, അവർ പരസ്പരം ഒരു ചെറിയൊരു അടുപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജയരാമേട്ടൻ എങ്ങനെ പറഞ്ഞാലും ഗായത്രി ഇവിടെ തന്നെ നിൽക്കുന്നതും ജയരാമേട്ടൻ അവളെ പുറത്താക്കാത്തതും താലിമാല ഊരി വാങ്ങാത്തതും. എത്രയും പെട്ടെന്ന് തന്നെ ആ താലിമാല ഊരി വാങ്ങുക തന്നെ ചെയ്യണം. ബാസി എത്രയും പെട്ടെന്ന് തന്നെ ഗായത്രിയെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കണം. അതിന് അവനില്ലാണ്ടാവണം. അതായത് ആ അഭിഷേക് അവൻ എവിടെയുണ്ടെന്ന് നമ്മൾ തന്നെ ഇനി കണ്ടെത്തുകയും അവനെ ഇല്ലാതാക്കുകയും വേണം. അങ്ങനെയാകുമ്പോഴത്തേനെയാണ് ഗായത്രിയെ ഇവിടുന്ന് നമുക്ക് അടിച്ചോടിക്കാനായിട്ട് പറ്റുള്ളൂ. അവനുണ്ടെന്ന ധൈര്യത്തോടു കൂടി തന്നെയാണ് ഗായത്രി ഇവിടെ താമസിക്കുന്നതും നമ്മോടൊക്കെ വെല്ലുവിളിക്കുന്നതെന്നൊക്കെ വസുത ഭാസിയോട് പറയുന്നുണ്ട് കേട്ടോ. ഭാസി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് കാര്യങ്ങൾ ഏറ്റു എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ അഭിഷേക് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. തൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ടാണ് അഭി പോകുന്നത്. അപ്പം തന്നെ അവിടെ വെച്ചിട്ട് തന്നെ സുനന്ദയെ കാണുക കേട്ടോ ചെയ്യുന്നത്. സുനന്ദയും അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അഭിഷേക് എപ്പോഴാണ് വന്നേ? ഞാനിപ്പോൾ വന്നുള്ളൂ, തൊഴുതോ എന്ന് ചോദിക്കുകയാണ്. തൊഴുതു. എന്താ പ്രസാദം വാങ്ങിയില്ലേ? ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് സുനന്ദ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചന്ദനമൊക്കെ അഭിഷേക് തൊടുന്നുണ്ട്. ആ സമയത്ത് തന്നെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സുനന്ദ ചോദിക്കുന്നുണ്ട്, എന്താണ് എക്സാം ആയതുകൊണ്ടാണോ ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അതുമാത്രമല്ല, എൻ്റെ പിറന്നാൾ കൂടിയാണ് ഇന്ന്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കോവിൽ പോവുമായിരുന്നു രാവിലെ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ഒന്ന് വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ സുനന്ദ. അതിനുശേഷം അപ്പോഴത്തന്നെ അവിടേക്ക് ദേവ് വരുന്നുണ്ട്. ദേവ് വന്നതിന് ശേഷം എന്തിനാണ് ഇവനോട് നീ സംസാരിക്കുന്ന സുനന്ദ എന്ന് ചോദിക്കുകയാണ്. ഇവൻ പഠിച്ച കള്ളനാണ്, ഇവനെ എല്ലാക്കാൻ വളരെ മിടുക്കനാണ്, എൻ്റെ അച്ഛനെ പോലും ഇവൻ കയ്യിലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇവനോടൊക്കെ നീ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചാൽ കാര്യമൊന്നുമില്ല, ഇവൻ എല്ലാവരെയും പറ്റിക്കുന്ന ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. അഭിഷേക് അങ്ങനെ ഒരാളൊന്നുമല്ല, നീ എന്തിനാണ് അഭിഷേകിനെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്ന് സുനന്ദ ദേവുവിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവു പറയുന്നുണ്ട്, അത് നിനക്ക് തോന്നും, നിനക്കെന്താ ഒറ്റയ്ക്ക് പഠിച്ചൂടെ, ഇവൻ്റെ ഹെൽപ്പൊന്നും ഒരിക്കലും നീ വാങ്ങാനായിട്ട് നിൽക്കരുതെന്ന് പറയുന്നു. ഇവൻ കള്ളനാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ അഭിഷേകിനെ അവിടെ നിന്ന് അപമാനിക്കുകയാണ് ചെയ്യുന്നത് ദേവ്. അപ്പോൾ സുനന്ദയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം
വീണ്ടും വീട്ടിലെത്തുന്ന സമയത്തിന് അഭിഷേക് അവിടെ അടിച്ചു വരാനൊക്കെ നോക്കുകയാണ്. അവിടുത്തെ സാധാരണ ജോലികളെല്ലാം തന്നെ അഭിഷേക് ചെയ്തു കൊടുക്കാറുണ്ട്. അതിനുശേഷം ദേവു ചോദിക്കുന്നുണ്ട് വന്നതിന് ശേഷം, നിനക്ക് ഇവിടെ ഇതാണല്ലോ പണി, നീ എന്തിനാണ് അവളോട് സംസാരിച്ചത്? അവളോട് എന്തിനാ സംസാരിക്കേണ്ട കാര്യം എന്താണ് നിനക്ക് ഇവിടെ ഇരുന്നാൽ പോരെ? ഞാൻ അവൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലായി, നീയും അവളും തമ്മിൽ അവിടുന്ന് കാണാനായിട്ട് പറഞ്ഞതല്ലേ, അവിടുന്ന് അമ്പലത്തിൽ നിന്ന് കാണാനായിട്ട് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ ക്ലാസ്സിൽ നിന്ന് വന്നത്. നുണ പറയാനായിട്ട് നിൽക്കണ്ട അഭിഷേക് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ദേവു. എന്തായാലും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്ത് കാര്യമാണ്? ഞാനൊന്നും ചെയ്തില്ലല്ലോ, നീ എന്തിനാണ് എന്നെ വെറുതെ ഇങ്ങനെ സംശയിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായാൽ അതിൻ്റെ കയ്യിലിരിപ്പൊക്കെ, ഞങ്ങളുടെ വിലയൊന്നും നീ കളയാനായിട്ട് നിൽക്കണ്ട. എന്തായാലും നീ അവളെ മാത്രം വിളിച്ചു വരുത്തി, ക്ലാസ്സിൽ എത്രമാത്രം കുട്ടികളുണ്ട്, അവരൊന്നും നീ വിളിച്ചു വരുത്താനായിട്ട് നിന്നില്ലല്ലോ എന്ന് പറയും. ഞാൻ യാദൃശികമായിട്ടാണ് സുനന്ദയെ കണ്ടത്, അതിനിപ്പോൾ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറയുകയാണ്. പിന്നീട് ദേവരാജൻ മാഷ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അമ്മായിയോട് ചോദിക്കുന്നുണ്ട്, അമ്മായി എവിടെയാണ് ദേവ്, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. അവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അതെന്താ അമ്മായി അങ്ങനെ ഒരു പറച്ചിൽ? എന്താ അമ്മായി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അവൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അമ്മായി എന്നെ ശ്രദ്ധിക്കണം. ഉണ്ടോ ആവോ അങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അവൾ തീരെ പഠിക്കാറില്ല ക്ലാസ്സിൽ, അതൊക്കെ മാറ്റണം. അവൾ പഠിക്കുന്നതാണ് ദേവരാജ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയതാണ്, നീ പോയി നോക്കിക്കോ വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ ദേവരാജൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും അവൾ കിടന്നുകൊണ്ട് പഠിക്കുന്നത് കാണുമ്പോഴത്തേനും പതുക്കെ മാറാനായിട്ട് നിൽക്കുന്നു. പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേന് എന്താണ് അവൾ വായിക്കുന്നത് നോക്കുമ്പോൾ ഒരു കാർട്ടൂൺ പുസ്തകമാണ്. അത് കാണുമ്പോൾ ജയരാമന് ഒരുപാട് ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണ് നിൻ്റെ ഉദ്ദേശം? നീ എന്തിനാണ് എന്നെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായതാണോ എന്ന് പറഞ്ഞ് തല്ലാനായിട്ട് നിൽക്കുമ്പോഴത്തേനും അമ്മമ്മയെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ ഓടി വരുന്നുണ്ട്. എന്താ ദേവരാജ മോളെ കാണിക്കുന്നത്? നിങ്ങൾ കണ്ടതല്ലേ, ഇവളൊന്നും പഠിക്കുന്നില്ല, വെറുതെ ഇവൾ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവൾ കാരണം എനിക്ക് ക്ലാസ്സിൽ പോകാനോ നാണം കെട്ടി നിൽക്കുകയാണ്. എല്ലാ സബ്ജക്റ്റിനും അവൾ വളരെ പഠിക്കാറേ ഇല്ല, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. നീ ഒരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ വായോ, എങ്ങോട്ട്? ആൾ വിളിച്ചു വരുത്തി കൊണ്ടുപോകാട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അഭിഷേകിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അഭിഷേകെ, നീ ഇവളെ പഠിപ്പിക്കണം, കാരണം നിങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഒരുമിച്ച് പഠിക്കണം. ഇവൾ ഒരു വകയും പഠിക്കില്ല, എൻ്റെ പേര് കളയാനായിട്ടുണ്ടായിട്ടുള്ളവളാണ് ഇവളൊന്നും പഠിക്കുന്നില്ല. ഇവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി നീ കൊടുക്കണം. ഇത് ഞാൻ പറയുകയാണ്, എനിക്ക് വേണ്ടെങ്കിലും മോൻ ഇത് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേനും ദേവാണെങ്കിലോ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ്. എനിക്ക് പറ്റില്ല, ഇവൻ എന്നെ പഠിപ്പിക്കേണ്ട, അവിടെ ഇരിക്കടി, നീ ഇരിക്കേ എന്ന് പറയുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ ദേവിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് മാഷ്. അങ്ങനെ നമ്മുടെ അഭിയും അവിടെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ അവളെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക, ഇവൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്നു. അതിനുശേഷം മാഷ് അവിടെ നിന്ന് പോകുമ്പോഴത്തേനും അഭിഷേകും അതുപോലെ തന്നെ ദേവും കൂടി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ദേവു ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുക, ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ദേവു ആണെങ്കിലോ അവൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. നീ എന്നെ പഠിപ്പിക്കാൻ, നീ എൻ്റെ മാഷൊന്നും അല്ല, നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് ആ ബുക്ക് എടുത്ത് വലിച്ചെറിയുന്നു. എന്താ ദേവു ഇങ്ങനെ കാണിച്ചത്? മാഷ് പറഞ്ഞതല്ലേ, മാഷ് പറഞ്ഞാൽ എനിക്കതനുസരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയാം. നിൻ്റെ കീഴിൽ ഞാൻ പഠിക്കില്ലടാ. അങ്ങനെ ദേവുവിന് അതിനൊന്നും സാധിക്കില്ല, ഞാൻ പഠിക്കാണ്ട് ഇരുന്നാലും വേണ്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ആ ബോക്സിനകത്ത് ഇരിക്കുന്ന ഒരു ബ്ലേഡ് ദേവു പെട്ടെന്ന് കാണുകട്ടോ ചെയ്യുന്നത്. നീ എന്നെ പഠിപ്പിക്കാൻ നോക്കുമല്ലേ? അങ്ങനെ ആ ബ്ലേഡ് എടുക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, നീ എന്താണ് ദേവു ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയാണ്. നിനക്ക് എന്നെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല, അച്ഛൻ്റെ നിന്നോടുള്ള ബഹുമാനവും എല്ലാം തന്നെ എന്ന് നഷ്ടപ്പെടും, നീ കണ്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെ ആ ഒരു ബ്ലേഡ് വെച്ച് കൈ മുറിക്കുകയാണ് ദേവ്. എന്നിട്ട് ഓടി ചെല്ലുന്നുണ്ട്. അമ്മമ്മേ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. എന്ത് പറ്റി, എന്താ മോളെ, എന്താണ് ഇങ്ങനെയോ? അവൻ എൻ്റെ കൈ മുറിച്ചു അമ്മമ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഷ് വരുന്നുണ്ട്. എന്താ പറ്റിയത്? എൻ്റെ കൈ അവൻ മുറിച്ചു, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കണ്ടതോടുകൂടി അവൻ്റെ കൈ ബ്ലേഡ് വെച്ച് വരഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ദേവരാജൻ മാഷ്ക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല ഇവൾ പറയുന്നത്. അപ്പം അമ്മായിയോട് പറയുന്നുണ്ട്, ഇവളെ കൈ ഒന്ന് കെട്ടിക്കൊടുക്ക്, വലിയ മുറിവൊന്നുമില്ല, ഇവൾ വെറുതെ കാണിക്കുകയാണ് ഇവൾക്ക്. അപ്പോൾ അപ്പിയെ നോക്കുമ്പോഴത്തേനും ഞാൻ ചെയ്തിട്ടില്ല മാഷേ, അവൾ തന്നെയാണ്, ദേവ് തന്നെയാണ് എൻ്റെ കൈ മുറിച്ചത്. എന്താടാ നീ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കുകയാണെന്നൊക്കെ അമ്മമ്മ പറയുന്നുണ്ട് കേട്ടോ. അമ്മായി വെറുതെ ഇരിക്കുക, ഇവളെ എനിക്കറിയാലോ എന്ന രീതിയിൽ ദേവരാജൻ മാഷ് പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് നമ്മുടെ അബി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഉള്ളൂ അബിക്ക് ഇന്ന്.